ചുമ ടാക്സ് ഫയൽ ചെയ്യണ്ടേ? ഒരു മാസം കൂടെ അല്ലേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനറിഞ്ഞ് ഇരിക്കണേരുന്നു. പക്ഷെ എന്നെ കൊണ്ട് നടക്കൂല, എന്നെ കൊണ്ട് പറ്റൂല. ഈ 2 പിള്ളേരെ വെച്ച് ജോമി എങ്ങനെ ഇതെല്ലാം ചെയ്തത്? ഇതുവരെയായിട്ടും ടാക്സ് ഫയൽ ചെയ്തില്ലേ? ഞാൻ എൻ്റെ ടാക്സ് ഫയലിംഗ് ഒക്കെ ഫുള്ള് കംപ്ലീറ്റഡ് ആക്കി എനിക്ക് നല്ലൊരു റീഫണ്ടും കിട്ടി. ഞാനാണെങ്കിൽ എൻ്റെ ടാക്സ് ഫയലിംഗ് ഒക്കെ SH Elevate ഏൽപ്പിച്ചു. അവരാകുമ്പോൾ നമുക്ക് ഒന്നിനെ പറ്റിയിട്ട് ടെൻഷൻ ആവില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മളറിയാത്ത കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളെങ്ങാനും ഒറ്റക്കാണ് ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ ഈ ബെനിഫിറ്റ്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ മിസ്സാക്കി കളയും. പിന്നെ നമുക്ക് എന്തോ ബെനിഫിറ്റ്സ് എന്തോ ഇല്ലേ? നോർത്തേൺ റെസിഡൻസി ഡിഡക്ഷൻ അങ്ങനെ എന്തോ. അതായത് കാനഡയിൽ നോർത്തേൺ ആൻഡ് ഇന്റർമീഡിയറ്റ് സോൺസിൽ താമസിക്കുന്നവർക്ക് അവരുടെ ലിവിംഗ് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് CRA കുറച്ച് ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. അതിനകത്ത് വരുന്നതാണ് റെസിഡൻസി എമൗണ്ടും ട്രാവൽ ഡിഡക്ഷനും. അതായത് നമ്മൾ ആൽബർട്ട ഗ്രാൻഡ് പ്രയറിയിലല്ലേ താമസിക്കണേ, നമുക്ക് ഓരോ ദിവസവും $5.50 വെച്ചിട്ട് ക്ലെയിം ചെയ്യാം. ഇത് നമ്മുടെ ടാക്സ് ഓയിങ് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് കൂടുതൽ റീഫണ്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു അറിവുമില്ലായിരുന്നു. SH Elevateലെ ക്ലൈന്റ് മാനേജറാണ് എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തത്. എനിക്ക് എന്ത് ഡൗട്ട് വരുമ്പോഴും അവരാണ് എനിക്ക് ക്ലിയർ ചെയ്ത് തന്നേച്ചത്. അതുകൊണ്ടിട്ട് ഒന്നും അറിയിടാവേണ്ട കാര്യമില്ല നമ്മൾ. അതായത് ഓരോ കസ്റ്റമേഴ്സിനും അവർ ഓരോ ക്ലൈന്റ് മാനേജർ വെച്ചിട്ടായിരിക്കും അസൈൻ ചെയ്യുന്നത്. അവരായിരിക്കും നമ്മുടെ ടാക്സ് ഫയലിംഗിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നമ്മൾ കൂടെ ഉണ്ടാവണം. നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും അവർ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. സോ നിങ്ങളും ടാക്സ് ഫയലിംഗ് മീറ്റിംഗ് ആണോ? ഒന്ന് നോക്കണ്ട, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. Okay, bye.